വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് താറാവ് ബിരിയാണിയാണ്. അപ്പോൾ നമ്മൾ ഇന്ന് വെക്കുന്ന താറാവ് ഫുള്ളായിട്ടാണ് നമ്മളിന്ന് ബിരിയാണി ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്കത് എങ്ങനെ ചെയ്യണമെന്ന് എൻ്റെ വീഡിയോ നമുക്കൊന്ന് കാണാം. അപ്പോൾ നമ്മൾ താറാവ് കഴിക്കാൻ പോകണം. നമ്മൾ താറാവ് കഴിക്കുന്ന കുക്കറിലാണ്. നമുക്ക് കുക്കറിലേക്ക് താറാവ് വെച്ച് കൊടുക്കാം. അപ്പോൾ താറാവ് നമുക്ക് വേവിച്ചെടുക്കാം. അപ്പോൾ അതിനുവേണ്ടി നമുക്ക് ഇതിലേക്ക് ഇഞ്ചി ചേർത്ത് കൊടുക്കാം. നീളത്തിൽ കട്ടി ചേർച്ച ഇഞ്ചിയാണ്. പിന്നീട് നമുക്ക് കുറച്ച് പച്ചമുളക് ചേർത്ത് കൊടുക്കാം. കുരുമുളക് ചേർക്കുന്നുണ്ട്. താറാവിന് ആവശ്യമായിട്ടുള്ള ഉപ്പ് നമുക്ക് ചേർത്ത് കൊടുക്കാം. പിന്നെ നമുക്ക് മഞ്ഞൾപ്പൊടി ചേർക്കണം. ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് ഒരു 8 വിസിൽ നമുക്ക് വേവിച്ചെടുക്കാം. ഫുള്ളായിട്ട് താറാവ് വെക്കുന്നതുകൊണ്ടാണ് നമ്മളൊരു 8 വിസിൽ വെക്കുന്നത്. അതൊന്ന് വേവിച്ചെടുക്കട്ടെ. അപ്പോൾ നമുക്ക് ബിരിയാണി മസാല തയ്യാറാക്കാൻ അതിന് വേണ്ടി ഒരു ഉരുളി വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരട്ടെ. എണ്ണ ചൂടായി വരുന്നുണ്ട്. ഇതിലേക്ക് നമുക്ക് ചെറിയ ഉള്ളി ചേർത്ത് കൊടുക്കാം. അതിൻ്റെ കൂടെ തന്നെ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. പച്ചമുളക്, സവാള നല്ലോണം ഒന്ന് വഴറ്റിയെടുക്കാം. സവാളയിലേക്ക് നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് മല്ലിയില പുതിന ചേർത്ത് കൊടുക്കാം. അപ്പോൾ സവാള നല്ലോണം വഴന്നു വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. മല്ലിപ്പൊടി, കുറച്ച് കുരുമുളക് പൊടി, ഗരം മസാല പൗഡർ ഇത്രയും ചേർത്തിട്ട് നമുക്ക് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് അടുത്തായിട്ട് ഇതിലേക്ക് തക്കാളി ചേർത്ത് കൊടുക്കാം. ഇനി അടുത്തായിട്ട് നമുക്ക് ഒരു ചെറുനാരങ്ങ പിഴിഞ്ഞ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ താറാവ് നല്ലോണം വേവായിട്ടുണ്ട്. നമ്മൾ 8 വിസിലാണ് വെച്ചേക്കണം. താറാവിൽ നിന്നുള്ള സ്റ്റോക്ക് നമ്മൾ മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ബിരിയാണിയുടെ മസാല റെഡിയായി വരുന്നുണ്ട്. ഇതിലേക്ക് നമുക്ക് സ്റ്റോക്ക് വാട്ടർ ഒഴിച്ച് കൊടുക്കാം. നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഗ്രേവി നല്ലോണം ഒന്ന് തിളച്ച് വരട്ടെ. അപ്പോൾ നമ്മുടെ ഡക്ക് ബിരിയാണിയുടെ മസാല തയ്യാറായിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് താറാവ് ചേർത്ത് കൊടുക്കാം. താറാവ് നമ്മൾ മുഴുവനായിട്ടാണ് ചേർക്കുന്നത്. നല്ലോണം നമുക്കതൊന്ന് മിക്സ് ചെയ്യാം. അപ്പോൾ നമ്മുടെ മസാല തയ്യാറായിട്ടുണ്ട്. നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്ത് കൊടുക്കാം. ഇനിയിപ്പോൾ അടുത്തായിട്ട് നമുക്ക് അരി നമുക്ക് തയ്യാറാക്കാം. അപ്പോൾ ബിരിയാണിയുടെ അരി തയ്യാറാക്കാനായിട്ട് നമ്മളത് വെള്ളം വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് സ്പൈസസ് ചേർത്ത് കൊടുക്കാം. അതിൻ്റെ കൂടെ തന്നെ നമുക്ക് ഡാൽഡ ചേർത്ത് കൊടുക്കാം. കുറച്ച് വെജിറ്റബിൾ ഓയിൽ ചേർത്ത് കൊടുക്കാം. അരിക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഒരു ചെറുനാരങ്ങയുടെ നീര് ചേർത്ത് കൊടുക്കാം. അടുത്തായിട്ട് നമുക്ക് എസെൻസ് ചേർത്ത് കൊടുക്കാം. ഇത് ബിരിയാണി സെൻസ്, റോസ്, അതുപോലെ പൈനാപ്പിൾ സെൻസ്. അപ്പോൾ അരിക്ക് വേണ്ടി വെച്ച വെള്ളം തിളച്ച് വരുന്നുണ്ട്. ഇതിലേക്ക് നമുക്ക് അരി ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ എടുത്തിരിക്കുന്ന അലിബാബ റൈസാണ്, ലോങ് ഗ്രെയിൻ റൈസാണ്. നമ്മൾ ഏകദേശം ഒരു 2-2.5 മണിക്കൂറോളം നമ്മൾ വെള്ളത്തിൽ കുതിർത്തി വെച്ച അരിയാണ്. അപ്പോൾ ഇനി അരി ഒന്ന് വേവായി വരട്ടെ. അപ്പോൾ അതായത് നമ്മളൊരു വട്ടപ്പാത്രം വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് വെള്ളം ഒഴിച്ച് കൊടുക്കാം. നമ്മുടെ അരി അവിടെ വേവായിക്കൊണ്ടിരിക്കുന്നതാണ്. ആവശ്യത്തിന് നമുക്ക് വെള്ളം ഒഴിക്കാം. അപ്പോൾ നമുക്ക് ഇതിലേക്കൊരു പാത്രം നമുക്ക് ഇറക്കി വെച്ച് കൊടുക്കാം. എന്നിട്ട് ഇതിൻ്റെ മുകളിൽ നമുക്ക് ഒരു മൂടി വെച്ച് കൊടുക്കാം. അടുത്തായിട്ട് നമുക്ക് ഇതിൻ്റെ മുകളിലേക്ക് വാഴയില നമുക്ക് വെച്ച് കൊടുക്കാം. അപ്പോൾ നമ്മുടെ അരി വേവായിട്ടുണ്ട്. നമുക്ക് അരി കോരിയിട്ട് ഒരു ഊട്ടപാത്രത്തിലേക്ക് മാറ്റാം. അരി നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ദം ചെയ്യാനായിട്ടുള്ള പാത്രം റെഡി ആയിട്ടുണ്ട്. നമുക്ക് ഈ ഇലയിലേക്ക് നമുക്ക് താറാവ് നമുക്ക് വെച്ച് കൊടുക്കാം. നമ്മൾ ഫുള്ളായിട്ടാണ് താറാവ് വെച്ചേക്കണം. മുഴുവനായിട്ടാണ് നമ്മൾ കട്ട് ചെയ്തിട്ടില്ല. ഇനിയിപ്പോൾ ബാക്കിയുള്ള മസാലയും കൂടി നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ നമുക്ക് ഇതിൻ്റെ മുകളിലേക്ക് നമുക്ക് വേവിച്ച് വെച്ച നമ്മുടെ ബിരിയാണി റൈസ് ഇതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിൻ്റെ മുകളിലേക്ക് മല്ലിയിലയും പുതിനയും നമുക്ക് ഇട്ട് കൊടുക്കാം. പിന്നീട് കുറച്ച് കിസ്മിസ്, അതുപോലെ കശുവണ്ടി, പിന്നീട് സവാള ഫ്രൈ ചെയ്തത്. ഇനി നമുക്ക് ബാക്കിയുള്ള അരിയും കൂടി അതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുക്കാം. ഫ്രൈ ചെയ്ത സവാള, മല്ലിയില പുതിന, കശുവണ്ടി കിസ്മിസ് ഫ്രൈ ചെയ്ത്, കുറച്ച് പൈനാപ്പിൾ എസൻസ്, റോസ്,
പിന്നീട് കുറച്ച് ബിരിയാണി എസൻസ്. ഇനി നമുക്ക് ഇതിൻ്റെ മുകളിലേക്ക് നെയ്യ് ഒഴിച്ചു കൊടുക്കാം. എല്ലായിടത്തേക്കും സ്പ്രെഡ് ചെയ്ത് ഒഴിക്കാം. ഇനിയിപ്പോൾ അടുത്തായിട്ട് നമുക്ക് ഇതിൻ്റെ മുകളിലേക്ക് നമുക്ക് വാഴല ഇങ്ങനെ വെച്ച് കൊടുക്കാം. എന്നിട്ട് നമുക്കിത് മൂടി വെച്ചിട്ടൊന്ന് ദം ചെയ്തെടുക്കണം. പിന്നെ നമുക്ക് ഇതൊന്ന് മൂടി വെച്ചിട്ട് നമുക്ക് ദം ചെയ്തെടുക്കാം. ഇനിയിപ്പോൾ ഇതിൻ്റെ മുകളിലേക്ക് നമുക്ക് ഒരു വെയിറ്റ് കയറ്റി വെക്കാം. അപ്പോൾ നമ്മൾ ബിരിയാണി വെച്ചിട്ട് 3/4 മണിക്കൂറോളമായിട്ടുണ്ട്. നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നമുക്ക് മുകളിൽ നിന്നുള്ള വെയിറ്റ് ഒന്ന് മാറ്റി കൊടുക്കാം. ഇത് നമുക്കിതൊന്ന് പൊട്ടിച്ച് നോക്കാം. അത് നമുക്ക് ഇതിൽ നിന്ന് താറാവ് നമുക്ക് പുറത്തേക്ക് എടുക്കാം. അത് സൂപ്പറായിട്ട് വെന്തിട്ടുണ്ട്. ഇതേ കാല് ഇതിൽ നിന്ന് വിട്ടു പോന്നിട്ടുണ്ട്. ഇപ്പോൾ താറാവ് സൂപ്പറായിട്ട് വെന്തിട്ടുണ്ട്. അപ്പോൾ നമ്മളിത് കാലെ പിടിച്ചെടുത്തപ്പോഴത്തേക്കും വിട്ടു പോന്നിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് സ്പൂൺ കൊണ്ട് തന്നെ നമുക്ക് റൈസ് സ്പൂൺ കൊണ്ട് തന്നെ നമുക്ക് എടുക്കാം. സംഭവം അടിപൊളിയായിട്ട് വെന്തിട്ടുണ്ട് താറാവ്. വേവൊന്നും പറയാനില്ല. ഇതാണ് നമ്മുടെ താറാവ്. കാലൊക്കെ വിട്ട് തൂങ്ങിയിരിക്കണാണ്. നമുക്ക് ഇനി ഒരു താറാവും കൂടി നമുക്കൊന്ന് പയ്യൊന്ന് മറിച്ച് ഇട്ട് കൊടുക്കാം. മസാല എല്ലാം ഒന്ന് മിക്സ് ആവട്ടെ. ഓക്കെ, അപ്പോൾ അത് സൂപ്പറായിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ താറാവ് ബിരിയാണി റെഡി ആയിട്ടുണ്ട്. അതായത് ഡക്ക് ബിരിയാണി എങ്ങനെയുണ്ടെന്നൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ. അപ്പോൾ ഇതിൽ നിന്ന് തന്നെ എടുക്കാം. അത് റൈസും കുറച്ച് നട്ട്സൊക്കെ ആയിട്ട് എടുത്തിട്ടുണ്ട്. നല്ല ടേസ്റ്റ് ഉണ്ട്. ഉപ്പും അതുപോലെ മസാല എല്ലാം കറക്റ്റാണ്. താറാവിൻ്റെ നമ്മൾ ആദ്യം എടുത്ത ആ ഒരു കാല് അടർന്നു പോകുന്നുണ്ട്. ഇതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ. സൂപ്പറായിട്ട് വന്നിട്ടുണ്ട്. വെറൈറ്റിയാണ് സംഭവം. ഡക്ക് ബിരിയാണി എന്ന് പറയുമ്പോഴത്തേക്കും അപ്പോൾ ഡക്ക് ബിരിയാണി എന്ന് പറയുമ്പോഴത്തേക്കും സൂപ്പർ ബിരിയാണിയാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. മിക്കവരും പറയും ഡക്ക് ബിരിയാണിയിൽ നിന്ന് അത്ര ടേസ്റ്റ് അല്ല എന്നൊക്കെ പറയും. പക്ഷേ ഇതിപ്പോൾ സംഭവം സൂപ്പറായിട്ടുണ്ട്. അപ്പോൾ നമ്മളിത് ചെയ്യുമ്പോഴത്തേക്ക് ഞാനിപ്പോൾ ഇങ്ങനെ ഒരു പാത്രത്തിൽ ഇത്ര വലിയൊരു പാത്രത്തിൽ വെച്ചാണ് റൈസും അതൊക്കെ കൂടുതലുണ്ട്. അപ്പോൾ നിങ്ങളൊരു താറാവ് വെച്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ ജസ്റ്റ് ഒരു ഇഡ്ഡലി പാത്രം എടുത്തിട്ട് അതിലേക്ക് വാഴയിലേക്ക് പോയിട്ട് ആവിക്ക് എടുത്താലും മതി. ഇതിപ്പോൾ ഇത്രയും ഉള്ളതുകൊണ്ട് നമുക്ക് ഒരുമിച്ച് ഒരു ഇഡ്ഡലി പാത്രത്തിൽ ഇത്രയും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അതാണ്. പിന്നെ എൻ്റെ ഒരു പാത്രം ഉണ്ടായിരുന്നു, അതുകൊണ്ടാണ് നമ്മളിങ്ങനെ ചെയ്തേക്കണം. അപ്പോൾ എല്ലാവരും തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക. മസാല എല്ലാം അടിപൊളിയാണ്. നമ്മൾ തൈര് ഇതിനകത്ത് ചേർത്തിട്ടില്ല. തൈര് നമ്മൾ ബിരിയാണിക്ക് മെയിനായിട്ട് വരുന്ന ഒരു തൈരാണ് നമ്മൾ ഇതിന് ഒഴിവാക്കിയാണ്. താറാവായതുകൊണ്ട് തൈര് ചേർക്കാതെ തരുന്നത്. അപ്പോൾ ഇതേ ഒരു മസാല വെച്ചിട്ട് തന്നെ ഇത്തരത്തിലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ സംഭവം അടിപൊളിയാണ്.